നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. 1-2 ഗോളുകൾക്കാണ് കനേഡിയൻ ക്ലബ്ബായ വൈറ്റ് ക്യാപ്സിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ റോബർട്ട് ടൈലർ അതുപോലെ തന്നെ കമ്പാന എന്നിവർ നേടിയ ഗോളുകളാണ് ഇന്റർ മയാമിക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് ഈ ഒരു വിജയം അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. മെസ്സിക്ക് ഈ മത്സരത്തിൽ പരിശീലകനായ ടാറ്റ മാർട്ടിനോ വിശ്രമം അനുവദിക്കുകയായിരുന്നു. താരത്തിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ആശങ്കയുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയത്. അതുപോലെ തന്നെ ലൂയിസ് സുവാരസ്, സെർജിയോ ബുസ്കറ്റ്സ് എന്നിവർക്കും പരിശീലകൻ വിശ്രമം നൽകിയിരുന്നു. എന്നാൽ മെസ്സി ഇല്ലാത്തതിൽ ഏറ്റവും കൂടുതൽ നിരാശരായത് അത് എതിർ ആരാധകർ തന്നെയാണ്. പ്രത്യേകിച്ച് കനേഡിയൻ ക്ലബിന്റെ ആരാധകർ തന്നെയാണ്. മെസ്സിയുടെ പ്രകടനം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തവരായിരുന്നു ഭൂരിഭാഗം വരുന്ന എതിർ ആരാധകരും. എന്നാൽ മെസ്സി ഇല്ലാത്തത് അവരെ വളരെയധികം നിരാശരാക്കിയിട്ടുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിലെ ഒരു പ്രതിഷേധം ഇപ്പോൾ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയുടെ ജേഴ്സിയിലെ പേരിൽ മാറ്റം വരുത്തുകയാണ് ഒരു ആരാധകൻ ചെയ്തിട്ടുള്ളത്. മെസ്സിയുടെ ഇന്റർ മയാമി ജേഴ്സിയിലെ മെസ്സി എന്നുള്ള പേരിൽ അവർ മാറ്റം വരുത്തുകയായിരുന്നു. പകരം മിസ്സിങ് എന്നാണ് അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. മെസ്സി ഇല്ലാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് ലയണൽ മിസ്സിങ്ങിലൂടെ ഇവർ ഈ ഒരു ആരാധകൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 50,000-ഓളം ആരാധകരായിരുന്നു മെസ്സിയുടെ പ്രകടനം കാണാൻ വേണ്ടി ഈ ഒരു ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാൽ മെസ്സിക്ക് വിശ്രമം അനുവദിച്ചത് ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കി. ഇതോടെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി. ആരാധകരെ ശാന്തമാക്കി നിർത്താൻ വേണ്ടി കനേഡിയൻ ക്ലബിന്റെ പ്രസിഡന്റ് ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.